അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആയിട്ടുള്ള വളരെ വേഗത്തിൽ അവരെ സ്വാധീനിക്കുന്ന എന്തുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു ജനപ്രിയ ബജറ്റ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന നിരാശ താങ്കൾക്ക് ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടോ? ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കേരളത്തിന് പ്രിയങ്കരമായ ബഡ്ജറ്റായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയുള്ള ബഡ്ജറ്റായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്റെ ഒരു ധാരണ അനുസരിച്ച് കേരളത്തിന് വളരെ വലിയ ഗുണം ചെയ്യുന്ന, ദൂരവ്യാപകമായി വലിയ വികസനം ഉണ്ടാക്കുന്ന, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾ പോയ ആളുകൾ ഉൾപ്പെടെ തിരിച്ചു വന്ന് ധാരാളം എംപ്ലോയ്മെന്റ് ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഡെവലപ്മെന്റ് വരുന്ന ഒരു വളരെ ദൂരവ്യാപകമായ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും ഈ ബഡ്ജറ്റ് വഴി വരുന്നതെന്നാണ്. അത് ഇപ്പം ഞാനിപ്പോൾ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നടത്തുന്ന മൂന്നാമത്തെ പൂർണ്ണ ബജറ്റാണ്. നേരത്തെ വരുന്ന സമയത്ത് ഒരു ബഡ്ജറ്റ് അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ കാലോചിതമായി പരിഷ്കരിക്കാവുന്ന ഒരു ബഡ്ജറ്റ് ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റായിരുന്നു ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച് അതിന് തുടർച്ചയായിട്ട് ബഡ്ജറ്റൂടെ പിന്നെ അവതരിപ്പിച്ചിരുന്നു ആദ്യം വന്നുടനെ. ഈ ബഡ്ജറ്റുകളിലെല്ലാം ഞങ്ങൾ കേരളത്തിന്റെ പോസിറ്റീവായ ഒരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് യാന്ത്രികമായിട്ട് പറയുകയല്ല ചെയ്യുന്നത്. ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് എങ്ങനെ കൂടുതൽ ഉപയോഗിക്കാം, അത്തരത്തിൽ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്ത് പക്ഷേ എംപ്ലോയ്മെന്റ് ജനറേഷന്റെ കാര്യം പറഞ്ഞിട്ടില്ല, കാർഷിക മേഖലയ്ക്ക് വന്നിട്ടില്ല എന്നൊക്കെ ആരാ പറയുന്നത്? കാർഷിക മേഖല 2750 കോടിയോളം രൂപ മുതൽ മുടക്ക് വരുന്ന കേര എന്ന് പറയുന്ന വലിയൊരു പദ്ധതി പറഞ്ഞിട്ടുണ്ട്. 5 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ കാർഷിക മേഖലയിൽ എംപ്ലോയ്മെന്റ്, മാർക്കറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ വിവിധ സെക്ടറുകളിൽ, പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള സെക്ടറുകളിൽ ഇമ്പാക്ട് വരുന്ന ഒരു വലിയ പദ്ധതിയാണ് പറഞ്ഞിട്ടുള്ളത്. കാർഷിക മേഖലയിൽ ബാക്കിയുള്ള റുട്ടീൻ പദ്ധതികളെല്ലാം ഉണ്ട്, സാധാരണയുള്ള. അതിനൊപ്പമാണിത്. റബ്ബറിന്റെ കാര്യത്തിൽ ഇത്രയും വലിയ ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് 10 രൂപയുടെ ഒരു വർധന അല്ലെങ്കിൽ 150 രൂപ ആക്കിയെന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം ഉള്ളത് എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു മേഖലയ്ക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യമുണ്ട് കൃഷിക്കാരുടെ കാര്യത്തിൽ. കാർഷിക മേഖലയെ വരുമാനം ഉണ്ടാക്കാനുള്ള വേറെ കുറെ പദ്ധതികൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. തൊഴിലിന്റെ കാര്യത്തിനകത്ത് ഈ പറഞ്ഞതെല്ലാം വാസ്തവത്തിൽ ടൂറിസം മേഖലയിൽ 5000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാവുന്ന തരത്തിലേക്ക് അതിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ അടക്കം കൊടുക്കാൻ 10-15 ഹോട്ടൽ മുറികൾ, അത് ആ മേഖലയിലുള്ളവരുമായിട്ട് സംസാരിച്ച് ഹോട്ടല്, കൺവെൻഷൻ സെന്റർ, ടൂറിസത്തിന്റെ പല ഡെസ്റ്റിനേഷനും ഇപ്പോൾ കേബിൾ കാറുകൾ വികസിപ്പിക്കുക, കേബിൾ കാർ ഉണ്ടാക്കുക, മറ്റ് അഡ്വഞ്ചറസ് ടൂറിസത്തിന് പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ വിഴിഞ്ഞമായാലും എറണാകുളം, കൊച്ചി ആയാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയാലും കൂടുതൽ ആളുകൾ വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വ്യവസായ സ്ഥാപനങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഇതുവരെ ഉള്ളത് ഒന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, പുതിയ തരത്തിലുള്ള സ്ഥാപനങ്ങൾ എല്ലാം വരാനുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കുന്നു. എഡ്യൂക്കേഷന്റെ സെക്ടറിലും ഹെൽത്തിന്റെ സെക്ടറിലുമൊക്കെ പുറത്തുനിന്ന് ഉൾപ്പെടെ ആളുകൾ വന്നിട്ട് ഇവിടെ പഠിക്കാനും ഇവിടെ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വരാനും ഒക്കെ പറ്റുന്ന ഒരു ഹെൽത്ത് എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എഡ്യൂക്കേഷന്റെ ഹബ്ബാക്കിയൊക്കെ ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് നന്നായി നടത്തുക, കൂടുതൽ എംപ്ലോയ്മെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഭാവിയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായി വരാൻ പറ്റുന്ന, അതിനൊരു ദിശ നൽകുന്ന ഒരു ബഡ്ജറ്റാണ്. ആ തരത്തിലാണ്. അതുകൊണ്ട് എനിക്ക് കേരളത്തിനെ ഒരു വളരെ നിർണായകമായ ഒരു സമയത്ത് LDF ഗവൺമെന്റിന്റെ ഭാഗമായി ഇങ്ങനൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞതിൽ